ഹലോ, ഇന്നൊരു മിനി വ്ളോഗാണേ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ കുറേ വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. മക്കളൊന്നും ഇല്ലാതെ ഞാനായാലും അവളായാലും. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്, ഏട്ടനും നല്ല ഉറക്കണം. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല, കഷ്ടകാലം എന്ന് പറയാമല്ലോ. ഞാൻ ഇറങ്ങിയാറപ്പിക്കും നല്ല മഴയും പെയ്തു കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് അവൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ബസ് സ്റ്റോപ്പിൽ. ഏകദേശം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10-14 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. ടൗണിലാണ്, കോഴിക്കോട്. പിന്നെ മാരിയമ്മൻ കോവിലും ഹനുമാൻ കോവിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി SM സ്ട്രീറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ SM സ്ട്രീറ്റ് കാണണമെങ്കിൽ എനിക്കൊന്ന് രാവിലെ തന്നെ വരണം കേട്ടോ. ഒരു തിരക്കും ബഹളവും ഒന്നുമില്ല, എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഹനുമാൻ കോവിലിൽ നമ്മളെത്തി. അപ്പോൾ എനിക്ക് അർച്ചന കഴിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അർച്ചനേൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ അർച്ചന ചെയ്യാൻ വേണ്ടി പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ ആയതുകൊണ്ട് തന്നെ. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ SM സ്ട്രീറ്റിന് അങ്ങേയറ്റത്തുള്ള മാരിയമ്മൻ കോവിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോയതാണ്. പിന്നെ അതുവഴി പോകുന്നല്ലാതെ അമ്പലത്തിലൊന്നും പോകാറില്ല. അവിടുന്ന് നമ്മൾ ഇറങ്ങി സൺഡേ മാർക്കറ്റൊക്കെ പാളയത്തൊക്കെ ലൈവായിട്ടുണ്ടായിരുന്നു. ഇനി പാളയത്തുള്ള മാരിയമ്മൻ കോവിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മാരിയമ്മൻ കോവിലെത്തി. അവിടെയും എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു. അങ്ങനെ ആ വഴിപാടൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ചാമുണ്ടേശ്വരി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞാനൊരു നെയ് റോസ്റ്റും പറഞ്ഞു, അവൾ മസാല ദോശയും പറഞ്ഞു. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ നെയ് റോസ്റ്റും മസാല ദോശയും എത്തി. അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് കാപ്പിയും കൂടെ കുടിച്ചപ്പം വാവ്, പൊളി. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇവിടെ സെറ്റായി കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റുള്ള ഹോൾസെയിൽ കടയിൽ പോയി അവിടുന്ന് കുറച്ച് വീട്ടിലേക്കുള്ള ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ തിരിച്ച് നമ്മൾ ബസ് കയറി നമ്മൾ നേരെ വീട്ടിലെത്തി.